നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തതിലുള്ള അമർഷം CPM-ൽ ഇതുവരെയും അണയുന്നില്ല. ആര്യക്കെതിരെയാണ് പ്രധാനമായും വിമർശനങ്ങൾ ഉയരുന്നത്. പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെ ആര്യക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചേർന്ന യോഗങ്ങളിലെല്ലാം മേയർ എന്ന രീതിയിൽ ആര്യയുടെ ചില പ്രവർത്തനങ്ങളൊന്നും ശരിയായിരുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ ശക്തമാണ്. എന്തായാലും ഈ വിമർശനങ്ങളോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് സാമൂഹ്യ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം. മലയാളി വാർത്തയോട് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഈ വിഷയത്തിൽ അദ്ദേഹം പങ്കുവച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഇപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഇടങ്ങൾ നഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ വരെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഇതില് ആര്യക്കെതിരെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP-ക്ക് കൊണ്ട് കൊടുത്തു എന്ന രീതിയിൽ ആര്യക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു. അത് ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അലയടിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ? ഞാൻ ഈ വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ എന്നെ ഒന്ന് അനുവദിക്കണം. കാരണം വിശാലമായ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ കാര്യത്തെ ഒന്ന് കാണുകയാണ്. അത് വന്നിട്ട് ഈ അരിയിലേക്ക് വരാം. അതുമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആയിരിക്കുന്നു? കാരണം ആരും പറയാത്തൊരു പോയിന്റാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നമുക്ക് ഒരു ഉദാഹരണം സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതി. നമ്മുടെ പണ്ട് ഈ ജോബ് വർക്കൊക്കെ ചെയ്തിരുന്ന ടൈപ്പിംഗ് മെഷീൻ ഇപ്പോൾ എവിടെങ്കിലും കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ചോദ്യമോ? കാണുന്നുണ്ടോ? ഹലോ, കാണുന്നില്ല. ഇപ്പൊ അങ്ങനെ കാണുന്നില്ല. എങ്ങുമില്ല. പണ്ടൊക്കെ SSLC ജയിച്ചാലും തോറ്റാലും നേരെ പോകുന്ന ടൈപ്പിംഗ് ഷോർട്ട് ഹാൻഡ് പഠിക്കുക. ഷോർട്ട് ഹാൻഡ് ഉണ്ടോ എവിടെങ്കിലും ഉണ്ടോ? ഇപ്പോ ഇല്ല. ഷോർട്ട് ഹാൻഡ് ഇല്ല. അതില്ല. അതിന് പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെക്കാനിസങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. റെക്കോർഡ് ചെയ്ത് കേൾക്കാം. അതുപോലെ തന്നെ പല ഭാഷകളിൽ നമുക്ക് അപ്പം തന്നെ കേൾക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ സംവിധാനം വന്നുകൊണ്ട് കാലഹരണപ്പെട്ടു. എന്താ നമ്മൾ പറയുന്ന കാലഹരണപ്പെട്ടു എന്ന് പറയുന്ന പോലെ ആ ടൈപ്പിംഗ് മെഷീൻ എന്ന് പറയുന്ന ഉപകരണം കാലഹരണപ്പെട്ടു. അപ്പോ അങ്ങനെ ഒരു സ്ഥിതി ആഗോള വ്യാപകമായിട്ട് തന്നെ കമ്മ്യൂണിസത്തിന് വന്നു. കമ്മ്യൂണിസം എന്ന് പറയുന്നത് വളരെ പ്രസക്തമായതും തീർച്ചയായിട്ടും മനുഷ്യ സ്നേഹത്തിന്റെ ഒരു ആശയം തന്നെയായിരുന്നു. ഒരു ഐഡിയോളജി തന്നെയായിരുന്നു. പ്രത്യയശാസ്ത്രം തന്നെയായിരുന്നു. പക്ഷേ നമ്മുടെ ഫാക്ടറികളിലെ അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലൊക്കെ തൊഴിലാളികൾ ഇങ്ങനെ ക്രൂരമായിട്ട് ചൂഷണം ചെയ്യപ്പെട്ടപ്പോൾ അത് വളരെ ആവശ്യമായിരുന്നു. ആ ചൂഷണത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നതിലും അവർക്ക് മതിയായ കൂലി ലഭ്യമാക്കുന്നതിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വലിയ പങ്ക് വഹിച്ചു. ആ ഒരു കാലഘട്ടത്തിലാണ് കാൾ മാർക്സും എംഗൽസും ഒക്കെ ജീവിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ ഇലോൺ മസ്കിന്റെ തന്നെ സ്ഥാപനത്തിലെ ഒരു സിഇഒയ്ക്ക് കിട്ടുന്ന, സിഇഒയും തൊഴിലാളിയാണല്ലോ, കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഒരു വലിയ മുതലാളിയുടെ മൊത്തമുള്ള വരുമാനത്തിനേക്കാൾ കൂടുതലാണ്, അസറ്റുകളേക്കാൾ കൂടുതലാണ് ഈ ഒരു സിഇഒയുടെ അസറ്റ് തന്നെ. അതുപോലെ തന്നെയാണ് റിലയൻസിന്റെ ഉടമയായിട്ടുള്ള അനിൽ അംബാനി അല്ല, മറ്റേ അംബാനി. ആ അംബാനിയുടെ ഒരു സ്ഥാപനത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു ഡ്രൈവർക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണ ഒരു മീഡിയം സ്കെയിലിൽ വ്യവസായം നടത്തുന്ന ആളിനേക്കാൾ കൂടുതലാണ്. അയാൾക്ക് കിട്ടുന്ന ലാഭത്തിനേക്കാൾ എത്രയോ കൂടുതലാണ്. 15 ലക്ഷം രൂപയാണ് ശമ്പളം കൊടുക്കുന്നത്. മനസ്സിലായി? 15 ലക്ഷം. ഈ 15 ലക്ഷം രൂപ എന്തിനാണ് കൊടുക്കുന്നത്? അദ്ദേഹത്തിന്റെ ഒരു നിലവാരം അനുസരിച്ച് അതാണ് അദ്ദേഹം അവരുടെ കുട്ടികളുടെ എല്ലാ വിദ്യാഭ്യാസത്തിന്റെയും ചെലവ് അംബാനിയാണ് നോക്കുന്നത്. മനസ്സിലായി? അങ്ങനെയുള്ള ഒരു അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യവസ്ഥിതിയാണ് ഇപ്പൊ നമുക്കുള്ളത്. ഇങ്ങനെയുള്ള ഒരു വ്യവസ്ഥിതി അമേരിക്കയിലും ലോകമെമ്പാടും ജപ്പാനിലും എല്ലായിടത്തും ഇങ്ങനെ തന്നെ. ആ വ്യവസ്ഥിതി നിലവിൽ വന്നതുകൊണ്ടാണ് ചൈന തന്നെ സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിച്ചതും വികസന രംഗത്ത് അവരെ കുതിച്ചു ചാടി കൊണ്ട് മുന്നേറിയതും. കമ്മ്യൂണിസം ഉണ്ടായിരുന്നത് കൊണ്ടല്ല, മുതലാളിത്തം വന്നതുകൊണ്ട്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യയശാസ്ത്രം മുതലാളിത്തമാണ്, കോമ്പറ്റീറ്റീവായിട്ടുള്ള ക്യാപിറ്റലിസം. അതാ, മനസ്സിലായില്ലേ? ആ ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന അപ്രസക്തമായി കാലഹരണപ്പെട്ട ഓട്ടക്കാൽ നാണയമായിട്ട് മാറി. അതിന്റെ വെറും അലയോലികൾ മാത്രമാണ് നമ്മൾ ഈ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ആ പ്രസ്ഥാനത്തിന് ഇനി ആ ഒരു ഐഡിയോളജി വെച്ച് നിലനിൽക്കാൻ പറ്റുകയില്ല. ഇപ്പൊ നോക്കൂ, ആര്യ രാജേന്ദ്രനെ ഇതിലെ പ്രധാന പ്രതിയായിട്ട് പറയുന്നു, തോൽവിയില്ലേ? ശരി, ഈ ആര്യ രാജേന്ദ്രൻ എന്താ ചെയ്തത്? ഒരു കാഷ്വൽ ആയിട്ടുള്ള ബസ് കണ്ടക്ടർക്ക് നേരെ പാഞ്ഞടുക്കുകയായിരുന്നു. ഒരു മേയർ ചെയ്യേണ്ടത് എന്താണ്? വിശാലമായ കാഴ്ചപ്പാടോടെ
തന്റെ ചുറ്റുമുള്ള സമൂഹത്തിനെ നന്നാക്കുകയാണ്. അല്ല ഒരു വ്യക്തിക്ക് നേരെ പ്രതികാര രുദ്രയായിട്ട് തന്റെ കാറും എടുത്ത് പായുകയല്ല ചെയ്യുന്നത്. അത് ഒരു പൊതു ജനപ്രതിനിധി ചെയ്യേണ്ട കാര്യമല്ല എന്നുള്ളതാണ്. ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി അങ്ങനെ പോകാനേ പാടില്ല. അപ്പോൾ അവരെ എന്തോ കൈ ആംഗ്യം കാണിച്ചു, അതല്ല ഇത് വണ്ടിയുടെ സിഗ്നലാണ് കാണിച്ചതെന്ന് ഡ്രൈവർ പറയുന്നു, കണ്ടക്ടർ അല്ല ഡ്രൈവർ പറയും. അപ്പോൾ അത് രണ്ട് ഭാഗത്തും നമുക്കറിയില്ല ഏതാണ്. കാരണം എന്താണ്, ബസ്സിലുള്ള CCTVയിലുള്ള ആ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സത്യം നമുക്കറിയില്ല. അപ്പോൾ ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇരുപക്ഷത്തിനും ഉത്തരവാദിത്വം ഉണ്ട്. സത്യം ഏതാണെന്നുള്ളത് കോടതി പറയും. ഇപ്പൊ വീണ്ടും അവർക്ക് നോട്ടീസ് കിട്ടിയിട്ടുണ്ടല്ലോ, അവരെ പ്രതി ചേർത്തുകൊണ്ടുള്ള നോട്ടീസ് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഒരു കൺക്ലൂഷൻ എത്തി അവരെ അങ്ങ് കുറ്റവിമുക്തമാക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല. എന്നാൽ അതിലും പ്രധാനം, ഈ സ്ത്രീ ആർക്ക് നേരെയാണ് അവര് അതിക്രമം കാണിച്ച് പ്രതികാര ദുർഗയായിട്ട് കണ്ണകിയെ പോലെ പോയത്? ഒരു തൊഴിലാളി വർഗത്തിന്റെ പ്രതിനിധിക്ക് നേരെ. വെറും തുച്ഛമായ ശമ്പളത്തിന് KSRTC ബസിന്റെ സ്റ്റിയറിംഗ് തിരിക്കുന്ന ഒരു തൊഴിലാളി, ആ തൊഴിലാളി വർഗത്തിന്റെ ദത്തുപുത്രൻ എന്നാണ് EMS അറിയപ്പെട്ടിരുന്നത്. ആ തൊഴിലാളി വർഗത്തിന്റെ ദത്തുപുത്രന് നേരെ അവരെ ആക്രമണം അഴിച്ചുവിട്ടു. വണ്ടി നിർത്തി അവിടുത്തെ യാത്രക്കാരുടെ സൗകര്യം നോക്കാതെ അവരെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് പൊതുനിരത്തിൽ വളരെ അപകടകരമായ രീതിയിൽ സീബ്ര ലൈനിൽ അത് കുറുകെ കടന്നു പോകേണ്ട യാത്രക്കാരെ ഓർക്കാതെ തടഞ്ഞു നിർത്തി എന്ന് പറയുമ്പോൾ അവർ ചക്രവർത്തിനിയോ അതിനപ്പുറമുള്ള മഹാറാണിയോ ഒക്കെയാണെന്നുള്ളൊരു ഭാവമാണ് അതിലുള്ളത്. തൊഴിലാളി വർഗത്തോടെ തന്റെ ചുറ്റുമുള്ള താൻ ഭരിക്കുന്ന നഗര പിതാവാണല്ലോ, നഗരത്തിന്റെ ഒരു സംരക്ഷക എന്നുള്ള ദൗത്യം മറന്നുകൊണ്ട് നഗരത്തിനെ സംഹരിക്കുന്ന ഒരാളായിട്ട് മാറി. മനസ്സിലായില്ലേ? അപ്പൊ തൊഴിലാളി സ്നേഹയോടെ പോയി അവിടെ. അപ്പൊ ഇങ്ങനൊരു അങ്ങനെ ആംഗ്യമാണെങ്കിൽ പറയണം, ഗണേഷ് കുമാർ അവരുടെ തന്നെ മുന്നണിയുടെ മന്ത്രിയാണല്ലോ, ഇങ്ങനെയൊക്കെ ഡ്രൈവർമാർക്ക് ക്ലാസ് എടുത്തു കൊടുക്കണം, മോശമായിട്ട് വലിയ പോകുന്ന ആ വണ്ടി പോകുന്ന ആൾക്കാരോട് പെരുമാറാൻ പാടില്ല എന്ന്. അത് മതി. അപ്പൊ തന്നെ പൊതുവായിട്ടല്ലേ വേണ്ടത്? ഒരു വ്യക്തി മാത്രം എടുത്തു നിർത്തിയാണോ ഈ കാര്യങ്ങൾ ഒരു പ്രതികാരം പോലെ നമ്മൾ സാധാരണക്കാർ ചെയ്യുന്ന പോലെ ചെയ്യേണ്ട ആളല്ലല്ലോ ഒരു മേയർ. അന്തസ്സും മാന്യതയും അതുപോലെ തന്നെ മാതൃകാപരമായി പെരുമാറുകയും ചെയ്യേണ്ടതാണ്. അതെങ്ങനെയാണ് നഷ്ടം വന്നു? ആ പെരുമാറ്റം കമ്മ്യൂണിസ്റ്റുകാർ പണ്ട് പാലിച്ചിരുന്നു, ആ അന്തസ്സ് പാലിച്ചിരുന്നു. അത് കൈമോശം വന്നത് എന്തെന്ന് വെച്ചാൽ അവരുടെ ആ ആശയം അവരിൽ തന്നെ ഇല്ലാതായിരിക്കുന്നു, ഉറവ പറ്റിയിരിക്കുന്നു, ഊഷരമായിട്ടുള്ള ഒരു ഒന്നായിരിക്കുന്നു. പാർലമെന്ററി വ്യാമോഹവും പ്രതികാര രുദ്രതയും ഒക്കെ അവരെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. കേവലം കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത സാധാരണക്കാരെ പോലെ അവർ പെരുമാറാൻ തുടങ്ങിയിരിക്കുന്നു. സമൂഹത്തിന് വേണ്ടിയല്ല, തങ്ങൾക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ അഭിമാനം, തങ്ങളുടെ സമ്പത്ത്, തങ്ങളുടെ ലാഭം, തങ്ങളുടെ അഴിമതി, തങ്ങളുടെ കുടുംബം എന്നുള്ള ചുരുക്ക രൂപത്തിലേക്ക് അവർ അധപ്പതിച്ചിരിക്കുന്നു. എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും സംഭവിച്ചിരിക്കുന്ന ഒരു ജീർണതയാണ്. ആ ജീർണതയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിലും ബാധിച്ചിരിക്കുന്നത്. ഇത് തിരുവനന്തപുരത്തിന്റെ കാര്യം മാത്രമല്ല, സമസ്ത ഇന്ത്യയിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. BJPയുടെ കടന്നുവരവെന്ന് പറയുന്നത് ആ മുതലാളിത്തത്തിന്റെ പക്ഷം, വലതുപക്ഷം. അതാണ് ഇന്നത്തെ ഒരു ട്രെൻഡ്. ആ ട്രെൻഡിനനുസരിച്ചും ആ ടെൻഡൻസിക്കും അനുസരിച്ചും നിൽക്കുന്നതുകൊണ്ടാണ് BJPക്ക് ജയിക്കാൻ കഴിയുന്നത്. അത് വലിയ തീർച്ചയായിട്ടും ആ BJP വരുന്ന സ്ഥലങ്ങളിലൊന്നും CPMന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, തിരോഭവിക്കും. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ CPMനോട് കൂട്ടുകൂടുന്ന കക്ഷികൾക്കും നാശം സംഭവിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അപ്പൊ അങ്ങനെയുള്ളൊരു മാറ്റത്തിന്റെയാണ്. ആര്യ രാജേന്ദ്രന് തീർച്ചയായിട്ടും അഹങ്കാരമുണ്ടായിരുന്നു. നമ്മളിത് പലതവണ നമ്മുടെ ചർച്ചകളിൽ പറഞ്ഞു. CPM ഒരു നടപടി അന്നെടുത്തില്ലല്ലോ. ഇപ്പോഴാണ് അടി കൊണ്ടു കഴിഞ്ഞപ്പോഴാണ്, അനുഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരെ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, അതിപടലം അഭിപ്രായ വ്യത്യാസമാണ് CPMന്റെ കമ്മിറ്റി നേതൃയോഗം ചേർന്നപ്പോൾ ഉണ്ടായത്. അതിശക്തമായിട്ടുള്ള ആരോപണങ്ങൾ പിണറായി വിജയനും മന്ത്രിസഭയ്ക്കെതിരെയും ഒക്കെ തന്നെ ഉന്നയിക്കപ്പെടുകയുണ്ട്. നയവ്യതിയാനങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. നയവ്യതിയാനങ്ങൾ പത്മകുമാറിനെ നീക്കാത്തതെന്ത്? ഒരു കള്ളനെന്ന് സ്വയം തെളിയിച്ച പത്മകുമാറിനെ എന്തുകൊണ്ട് നീക്കുന്നു എന്നുള്ള വിമർശനം വന്നു. എല്ലാ വിമർശനങ്ങളും വന്നു. പണ്ടൊക്കെ ഒന്ന് തലോടി പിണറായി വിജയൻ സൂര്യൻ, നമ്മുടെ കപ്പിത്താൻ എന്നൊക്കെ പറയുന്ന സമ്പ്രദായം പോയിരിക്കുന്നു. ആ സമ്പ്രദായം പോകുമ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ അങ്ങനെ
ഈ വിമർശനങ്ങൾക്ക് വിധേയമാവുകയും ഞാനത് സ്വീകരിക്കുന്നു എന്ന് പറയുന്ന ആളുമല്ല. കട്ട കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം. കട്ട കമ്മ്യൂണിസ്റ്റിന്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെയും വകവെക്കത്തില്ല. തനിക്കെതിരെ വിമർശനം ഉന്നയിച്ചവരെ പ്രതികാര ബുദ്ധിയോട് കാണും. അത് എം.എ. ബേബി ആയാലും NV ഗോവിന്ദനായാലും അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, ആ പ്രസ്ഥാനത്തിൽ ഒരു സ്പ്ലിറ്റാണ്. ആകെപ്പാടെ ഇനി ഒന്നും സ്പ്ലിറ്റ് ചെയ്യാനില്ലാത്ത പോലെ അത് വളരെ ചെറുതായിരിക്കുന്നു. ആ ചെറുത് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യത, അല്ലെങ്കിൽ കുറെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ തന്നെ ഒരു സ്പ്ലിറ്റ് ആണ്. M.V. രാഘവൻ പാർട്ടിയിൽ നിന്ന് പോയപ്പോൾ അവർ സ്പ്ലിറ്റ് ആയിരുന്നു, സംശയമൊന്നുമില്ല. അങ്ങനെയാണല്ലോ CMP ഉണ്ടായത്. അതുപോലത്തെ ഒരു സ്പ്ലിറ്റ് ഇന്നവിറ്റബിൾ എന്ന് പറഞ്ഞാൽ അനിവാര്യമായിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പോകുന്നത്.